വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം അത് ഇങ്ങനെയാണ്. ചില മനുഷ്യർ കടന്നു വന്ന ഒരു കുരുടനോട് ചോദിക്കുകയാണ്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ് എന്നുള്ളത്. യഹൂദന്മാരും പരീശന്മാരും കടന്നു വന്ന് ചോദിക്കുകയാണ്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? എന്റെ പശ്ചാത്തലം ചിന്തിച്ചാൽ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ അവൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു വന്ന് അവനെ മണ്ണ് കുടിച്ച് തേച്ച് സൗഖ്യമാക്കി. ശീലോഹോം എന്ന കുളത്തിൽ പോയി കഴുകി സൗഖ്യം പ്രാപിച്ചപ്പോൾ ലോകമൊക്കെ അതിശയിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്റെ കണ്ണ് തുറന്നത്? ഹൗ വെയർ യുവർ ഐസ് ഓപ്പൺ? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, നമ്മുടെ പാപങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ക്രിസ്തു എന്ന ബോധ്യത്തിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ പാപചിന്തകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അന്ധകാരത്തിൽ നിന്ന് മാറി ദൈവിക പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ രണ്ട് വലിയ സംഘർഷങ്ങളുണ്ട്. ഒന്ന്, കാഴ്ച പ്രാപിച്ച കുരുടന്റെ സന്തോഷവും. ഇനി അടുത്തതായി, കാഴ്ച പ്രാപിച്ച കുരുടന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയാത്തൊരു സമൂഹവും. ഒരിക്കൽ കൂടി പറയാം, കാഴ്ച പ്രാപിച്ച കുരുടന്റെ സന്തോഷവും, കാഴ്ച പ്രാപിച്ച കുരുടന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയാത്തൊരു സമൂഹവും. ആ സമൂഹം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. കാരണം ഒരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറുവാൻ ഇന്ന് കഴിയുന്നില്ല. നമ്മുടെ ദേവാലയത്തിൽ ഒരാൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അതെല്ലാവരുടെയും ദുഃഖമായി തീരണം. ഒരു സമൂഹത്തിൽ ഒരാൾക്കൊരു വേദനയുണ്ടെങ്കിൽ അതെല്ലാവരുടെയും വേദനയായി തീരണം. ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുകയാണ്. ഒരു കവി ഇപ്രകാരം പറയുന്നുണ്ട്, ജീവിക്കുന്ന വർഷമല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ജീവിക്കുന്ന വർഷമല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം. ജീവിതത്തെക്കുറിച്ച് ഇനിയും കാണുന്നുണ്ട്. ജീവിതം എന്നാൽ ഒരു മാനും ഒരു സിംഹവും തമ്മിലുള്ള ഓട്ട മത്സരമാണ്. പലപ്പോഴും കായികമായി ചിന്തിച്ചാൽ അവിടെ വിജയിക്കേണ്ടത് സിംഹമാണ്. എന്നാൽ ഇവിടെ വിജയിക്കുന്ന ആരാ? മാനാ. കാരണം സിംഹം ഓടുന്നത് ഒരു നേരത്തെ ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ മാൻ ഓടുന്നത് ജീവന് വേണ്ടിയാണ്. നാം തിരിച്ചറിയേണ്ടത്, ജീവന്റെ വിസ്മയങ്ങളേക്കാൾ വലുതല്ല ജീവിതം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ജീവനെ കൂടുതലായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തുവില്ലാത്ത ചില സഞ്ചാരങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ്. ഈ മനുഷ്യന്റെ പഴയ കാലത്തെക്കുറിച്ച് നമുക്കധികം അറിഞ്ഞുകൂടാ. എന്നാൽ പലപ്പോഴും ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു. അവൻ ജീവിതത്തിൽ അവൻ നിസ്സാരനായിരുന്നു. എല്ലാവരാലും അവൻ നെഗ്ലക്ട് ചെയ്യപ്പെട്ടവനായിരുന്നു. എന്നാൽ ക്രിസ്തു കടന്നു വന്ന് അവനെ പിടിച്ചുയർത്തുമ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കുകയാണ്. നമ്മളും ഇങ്ങനെയാണ്. ക്രിസ്തു കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അതുവരെ ശ്രദ്ധിക്കാത്ത മനുഷ്യരെ, സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യരെ ക്രിസ്തു വന്ന് ചേർത്ത് നിർത്തുമ്പോൾ അതാണ് ദൈവികമായ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട് ആത്മീയമായ ശുശ്രൂഷകൾ എന്നൊക്കെ. എന്താ ആത്മീയത എന്ന് പറയുന്നത്? ആത്മീയത എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തെക്കാൾ ഉപരിയായി നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിച്ച് ദൈവത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുമ്പോൾ അതാണ് ആത്മീയമായ അനുഭവങ്ങളെന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഇവിടെ പരീശന്മാർ ദൈവത്തെക്കുറിച്ച്, ഈ മനുഷ്യനെ കുറിച്ച് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കുറിച്ച് പരീശ സമൂഹം പറഞ്ഞിരിക്കുന്നത് ഇവനൊരു പാപിയായ മനുഷ്യൻ എന്നാണ്. ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാർ കണ്ടുപിടിച്ചിരുന്നത് ഇവൻ ദൈവത്തിൽ നിന്നുള്ള മനുഷ്യനല്ല എന്നുള്ളതാണ്. പിന്നെയും കാണുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് പരീശന്മാർ പറയുകയാണ്, ഈ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ആ സ്ഥാനത്താണ് കുരുടൻ കണ്ടുപിടിക്കുന്നത്. കുരുടൻ പറയുകയാണ്, ഈ മനുഷ്യൻ അവനൊരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. പിന്നെയും കാണുന്നുണ്ട്, ഈ മനുഷ്യൻ അവൻ ദൈവമെന്ന് തിരിച്ചറിയുകയാണ് ഈ കുരുടൻ. ഇതാണ് ബോധ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും 3 ചിന്തകളിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ യാത്ര ചെയ്യാം. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുരടിപ്പുകൾ ഇല്ലാതാക്കിയെങ്കിലേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുരടിപ്പുകൾ ഇല്ലാതാക്കിയെങ്കിലേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കാഴ്ചാനുഭവങ്ങൾ വളരണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്
കാഴ്ച എന്നുള്ളത് കണ്ണിന്റെ മാത്രം ഉത്തരവാദിത്വം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. കാഴ്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിലുള്ള ഒരു അവയർനെസിന്റെ ബാക്കി പത്രമാണ് കാഴ്ച എന്നുള്ളത്. പലപ്പോഴും കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണാതിരുന്നാൽ അത് പാപമായി തീരുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപത്തിന്റെ ശമ്പളമോ അത് മരണമത്രേ. അങ്ങനെയാണ് ദാവീദിലേക്ക് നോക്കുമ്പോൾ അവന്റെ പാപം എത്തി നിൽക്കുന്നത്. അവൻ ബത്ശേബയെ കണ്ട് മോഹിച്ച് ഊരിയാവിനെ കൊന്ന് ദൈവസന്നിധിയിൽ പാപം ചെയ്തു. അങ്ങനെയാണ് നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് പറയുന്നത്, ആ പാപിയായ മനുഷ്യൻ നീ തന്നെയാകുന്നു, ആ മനുഷ്യൻ നീ തന്നെ, യു ആർ ദി മാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ചില മനുഷ്യർ കടന്നു വരും. അവരെ നമുക്ക് അംഗീകരിക്കുവാൻ തക്കോണം സാധിക്കണം. പലപ്പോഴും നമ്മുടെ കാഴ്ചകളിൽ നിന്ന് മൂടപ്പെടുകയാണ്. ഈ അന്ധകാരമായ ലോകത്ത്, വഴിമാറി സഞ്ചരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തു കടന്നു വന്ന് ഈ മനുഷ്യനെ ദൈവികതയിലേക്ക് പിടിച്ചുയർത്തുന്നത്. നമുക്കും വളരുവാൻ തക്കോണം സാധ്യതകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കുന്നത്? പലപ്പോഴും സാധ്യതകൾ ഉണ്ടായിട്ടും എന്നെ ഉപയോഗിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ സമുദ്രത്തിലാണെങ്കിലും അതിനെ നമുക്ക് ഭംഗിയായി കോരിക്കുടിക്കുവാൻ കഴിയുന്നില്ല. തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, നമ്മുടെ കാഴ്ചയുടെ അനുഭവങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗൊമോറയിൽ വെച്ച് ലോത്ത് കണ്ട ഒരു കാഴ്ച അനുഭവമുണ്ട്. മോറിയായിൽ വെച്ച് ഇസഹാക്ക് കണ്ട ഒരു കാഴ്ച അനുഭവമുണ്ട്. ശദ്രക് മേശക് അബേദ്നേഗോ പൈതങ്ങൾ അഗ്നിച്ചൂളയിൽ വെച്ച് കണ്ട ഒരു കാഴ്ച അനുഭവമുണ്ട്. യൗസേപ്പ് പൊട്ടക്കിണറിന്റെ അനുഭവങ്ങൾ കണ്ട കാഴ്ച അനുഭവമുണ്ട്. പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ നാം കടന്നു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആരെന്നും ദൈവത്തെക്കുറിച്ച് എന്തെന്നും മനസ്സിലാക്കിയെങ്കിലേ നമ്മളിവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി സഞ്ചരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ച് ഇനിയും കാണുന്നുണ്ട്, ലൈഫ് ഈസ് എ ഗെയിം. ജീവിതം ഒരു ഗെയിമാണ്. അതിനെ പ്ലേ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ലൈഫ് ഈസ് എ ബ്രിഡ്ജ്. ജീവിതം ഒരു പാലമാണ്, അതിനെ ക്രോസ് ചെയ്യണം, ക്രോസ് ഇറ്റ്. പ്രിയമുള്ളവരെ, ജീവിതത്തെ ജീവിച്ചു തീർക്കുന്നവനാണ് യഥാർത്ഥമായ ദൈവ മനുഷ്യൻ എന്നുള്ളത്. ഇവിടെ ഇതായി കുരുടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ പാപി എന്ന സമൂഹം മുദ്രകുത്തി. പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. ചിലരെ കുറിച്ച് പറയാറുണ്ട്, അവൻ ഒന്നിനും കൊള്ളാത്തവൻ, അവനെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല, കുടുംബത്തിന് ഭാരമായി ജീവിക്കുന്നവൻ, സമൂഹത്തിനൊരു ബാധ്യതയായിട്ടുള്ളവൻ. അവിടെയാണ് ക്രിസ്തു കടന്നു വന്ന് ഈ മനുഷ്യനെ പിടിച്ചുയർത്തുന്നത്. കനാന്യക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അവളെ സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടപ്പോൾ ക്രിസ്തു വന്ന് അവളെ പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവളുടെ ജീവിതത്തെ വല്ലാതെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിക്കുക, ആരും കാണാത്തവനെ കാണുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞെങ്കിലേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. നമ്മളൊക്കെ ഒരുപാട് നോമ്പ് നോക്കുന്നവരാ, നമ്മളൊക്കെ ഒരുപാട് ഉപവസിക്കുന്നവരാ. എന്താ നോമ്പിന്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ നോമ്പ് നോക്കുന്നതിന് മുമ്പ് നമുക്കുള്ള ദൈവാനുഭവത്തിൽ നിന്ന് ഒരു പടിയെങ്കിലും ദൈവാനുഭവം നോമ്പ് കഴിയുമ്പോൾ നമുക്ക് വർദ്ധിച്ചില്ല എങ്കിൽ എന്താണ് നോമ്പിന്റെ അർത്ഥം? നമ്മളൊക്കെ പെരുന്നാൾ നോക്കുന്നവരാ. ഒരു പെരുന്നാളിന് കൊടിയിറങ്ങുമ്പോൾ അടുത്ത പെരുന്നാളിന് കൊടിയേറിയ കാലഘട്ടമാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടം. എന്താ പെരുന്നാളിന്റെ അർത്ഥം? ഒരു വലിയ നാളാണ്. പരിശുദ്ധന്റെ പെരുന്നാൾ കഴിയുമ്പോൾ മുമ്പുള്ള ദൈവ അനുഭവത്തെക്കാൾ കൂടുതലായി അല്പം കൂടി ദൈവികത നമ്മൾ വർദ്ധിച്ചില്ല എങ്കിൽ എന്താണ് ഇതിൽ നിന്ന് നാം അർത്ഥമാക്കേണ്ടത്? പലപ്പോഴും പ്രസംഗം കേട്ടു, പലപ്പോഴും വിശുദ്ധ കുർബാന കണ്ടു, ഇങ്ങനെ അങ്ങ് പോയി എന്നുള്ളതല്ല, നേർച്ച കഴിച്ചു എന്നുള്ളതല്ല. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്റെ മുഖത്ത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ദൈവപ്രസാദം നിനക്കുണ്ടാകണം, ഒരു സന്തോഷം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഇന്നെല്ലാവരും ദുഃഖത്തോടെ കടന്നു വന്നിരിക്കുന്നവരാ. ഇവിടെ ഇരിക്കുന്നവരുടെ ഭൂരിഭാഗം പേരുടെയും ദുഃഖം ഒരുപക്ഷെ തലമുറയെ കുറിച്ചുള്ളവർക്ക് ദുഃഖമായിരിക്കാം. നമുക്കറിയാം, ക്രിസ്തു പോലും പറയുന്നുണ്ട് ജെറുസലേം പുത്രിമാരോട്, എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ. പലപ്പോഴും നമുക്കെല്ലാം തലമുറകളെ ഓർത്ത് വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം ലഹരിയുടെ ഉന്മാദങ്ങൾക്ക് പിന്നാലെ, ദൂർത്തുകൾക്ക് പിന്നാലെ, ഒരുപാട് മോശമായ ചിന്തകൾക്ക് പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന തലമുറയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് വല്ലാത്ത ആകാംക്ഷയുള്ള ഒരു വല്ലാത്ത കാലഘട്ടം. റീൽസിന്റെ ഒക്കെ പിന്നാലെ പോയി ജീവിതങ്ങളെ വല്ലാതെ നശിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഇതാ ഈ കുരുടന്റെ കാഴ്ചയെ കുറിച്ച് പറയുന്നത് അവൻ ജന്മന അന്ധനായിരുന്നു എന്നുള്ളതാണ്.
എന്നാൽ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരുന്നിട്ട് നമ്മൾ അന്ധന്മാരാണ്. ക്രിസ്തു പറയുന്നു യഹൂദന്മാരോട്, എന്താ പറയുന്നേ? ഇവന് ജന്മനാ കാഴ്ചയില്ലാത്തതുകൊണ്ട് ഇവന് പാപമില്ല. എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പാപം നിൽക്കുമെന്നാ പറയുന്നത്, അല്ലേ? കണ്ണുണ്ടായിട്ട് നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യാക്കോബ് സ്ലീഹ പറയുന്നു തന്റെ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തൊരു പാപം തന്നെ. നമ്മളിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അതിനെ ഒന്നും ഭംഗിയായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നില്ല. ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് അവസരങ്ങളുണ്ട്, നമ്മൾ അതിനെയൊക്കെ വല്ലാതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഇവിടെ ഇതാ ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഈ കുരുടന്റെ കാലത്തെ സമൂഹം ഈ കുരുടനെ ശ്രദ്ധിക്കാതെ പോയൊരു സമൂഹമാണ്. അവൻ വർഷങ്ങളായി അവിടെയുണ്ട്. എന്നാൽ ഒരാൾ പോലും അന്ന് ചോദിച്ചില്ല, നിനക്ക് എന്തു പറ്റി, നിന്റെ വേദന എന്താണ്, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്നാൽ ക്രിസ്തു ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം? ഇനി നമ്മൾ കാണുന്നുണ്ട് ബെഥസ്ദ കുളക്കര. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ആ കുളക്കരയിൽ ഒരു മുടന്തനായ മനുഷ്യൻ ഇരിക്കുകയാണ്, ഒരു തടർവാദി. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കടന്നു വരുന്നു. ഒരു ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ആ കുളം കലക്കി ആദ്യമായിട്ടിറങ്ങുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ് ആ കുളക്കരയിലുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് ഇപ്രകാരം: വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാലം ആഗ്രഹിക്കുന്ന ചോദ്യം ഇതല്ലേ? നിനക്ക് വേണ്ടി ചെയ്യുവാൻ ഞാനുണ്ട്, നിന്നെ ചേർത്ത് നിർത്തുവാൻ ഞാനുണ്ട്, നിന്റെ പ്രയാസങ്ങളിൽ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ ഞാനുണ്ട്. നമ്മൾ ഇപ്രകാരം ഒരു പാട്ട് പാടുന്നുണ്ട്, എന്താ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ. പ്രിയമുള്ളവരെ, കാഴ്ചകളൊക്കെ നഷ്ടമായി പോകുന്ന അന്ധകാരമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുരുടൻ നമ്മെ പഠിപ്പിക്കുകയാണ് കാഴ്ചയുടെ പുതിയ തലങ്ങളിലേക്ക്, അബ്സല്യൂട്ട് ഫുൾനെസ്സിലേക്ക് നമ്മൾ വളരണം എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ട് മോശ മുൾപ്പടർപ്പിൽ ഒരു വലിയ കാഴ്ച അനുഭവം കണ്ടു. അവൻ കയറി പോയതുപോലെ അല്ല ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ വലിയൊരു ഭാവവ്യത്യാസം അവനിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായി വ്യത്യാസം വന്നത്? അവൻ ദൈവത്തെ കണ്ടപ്പോൾ ആകെ മാറിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവത്തെ കണ്ടവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തെ കണ്ടാൽ ജീവിതങ്ങൾ വല്ലാതെ മാറിപ്പോകും. നമുക്കറിയാമല്ലോ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പണ്ട് ശൗലായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ അനുഭവങ്ങളിൽ അവൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ പൗലോസായി മാറി. 150 കിലോമീറ്റർ ഓടിപ്പോയി ക്രിസ്ത്യാനികളെ ഓടിച്ചവൻ 15,000 കിലോമീറ്ററുകളൊക്കെ താണ്ടി അനേക രാജ്യങ്ങൾ സഞ്ചരിച്ച് ക്രിസ്തുവിനെ നേടുവാൻ തക്കോണം ലോകത്തെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ. അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ. എല്ലാ ശിഷ്യന്മാരുടെയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എല്ലാ പരിശുദ്ധന്മാരുടെയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതാണ് പരിശുദ്ധന്മാരെ കുറിച്ച് ഇപ്രകാരം പറയുന്നത്: മാട്രിയസ് ബ്ലഡ് ഈസ് എ സീഡ് ഫോർ ദി ചർച്ച്. സഹോദരന്മാരുടെ രക്തം സഭയ്ക്ക് വിത്താണ്. ആ വിത്തിൽ കൂടിയാണ് സഭ ഇങ്ങനെ വളരുന്നത്. ഈ സഭ ഒരിക്കലും തകർന്നു പോകുന്ന സഭയല്ല. നോഹയുടെ പെട്ടകം പോലെ അടിസ്ഥാനമുള്ളതാണ്. ഒരിക്കലും തകരപ്പെടാത്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ സഭയെ വർദ്ധിപ്പിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു പിതാക്കന്മാരൊക്കെ സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഭയെ നശിപ്പിക്കുന്നവനോ അവൻ ശപിക്കപ്പെട്ടവനാണ്. പലപ്പോഴും ചില സമയത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സഭയ്ക്കെതിരെ ചില ചർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മളും അതിനോടൊപ്പം ചേർന്ന് സമരസപ്പെടുന്നുവെങ്കിൽ നാം തിരിച്ചറിയുക, നമുക്കും തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത്. ഈ നാളും കാലമൊക്കെ കഴിഞ്ഞു പോകും. കൈവിട്ട വാക്കും കഴിഞ്ഞ കാലവും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. കാരണം ഇതെല്ലാം ക്രിസ്തു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമുകളിൽ നിന്നെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുകയാണ്, ഒന്നാമതായി നമ്മൾ ജീവിതത്തിൽ നിന്ന് മുരടിപ്പുകളൊക്കെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഭംഗിയായി കാണുവാൻ സാധിക്കുകയുള്ളൂ. തിമിരമൊക്കെ വരുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? കാരണം ചില പാടകൾ മാറ്റേണ്ടതുണ്ട്. എന്താണോ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ അതിനെ മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധ കൂദാശകൾ. നമ്മൾ പാപമുണ്ടെങ്കിൽ അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള അവസരങ്ങളാണ് കൂദാശകൾ.
പ്രകാരം ആ കൂദാശകളെ ഭംഗിയായി നമുക്കതിനെ ഉപയോഗിക്കുവാൻ തൊക്കെ സാധിക്കണം. ഇവിടെ കാണുകയാണ്, വലിയൊരു അനുഭവത്തിലേക്ക് കുരുടൻ വളരുകയാണ്. അവൻ കടന്നു വന്നത് പോയാൽ തിരിച്ചു പോകുന്നേ. അവൻ എങ്ങനെയാ പോകുന്നേ? അവൻ കടന്നു വന്നത് വിഷമത്തോടെയെങ്കിൽ തിരിച്ചു പോകുന്ന അവൻ സന്തോഷത്തോടു കൂടിയാണ്. പ്രിയമുള്ളവരെ, അവന്റെ ജീവിതത്തിൽ നിന്നും വിഷമങ്ങളൊക്കെ മാറിപ്പോവുകയാണ്. ക്രിസ്തുവിനെ കാണുന്നവർക്ക് സന്തോഷ അനുഭവങ്ങൾ ലഭിക്കുകയാണ്. കാരണം ദൈവത്തിന് മാത്രമേ ഈ ജീവിതത്തിൽ നിനക്ക് സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈസ്റ്റർ ദിവസത്തിൽ നമ്മൾ പറയുന്നത്, ക്രിസ്തു പ്രകാരം പറയുന്നു, ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിൽ അനേക സമാധാനം നമുക്കുണ്ടെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ക്രിസ്തു തരുന്ന സമാധാനം അത് എറ്റേണലാണ്. ക്രിസ്തു തരുന്ന ജീവൻ അത് എറ്റേണലാണ്. ഇതുകൊണ്ടാണ് ശമരിയാക്കാര സ്ത്രീയോട് ക്രിസ്തു പറയുന്നത്, ഈ ജലം കുടിക്കുന്നവർ ഇനിയും ദാഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ തരുന്ന ജലം അത് ജീവന്റെ ജലമാണ്. അതൊരിക്കലും ദാഹിക്കുകയില്ല. അത് എറ്റേണിറ്റിയിലേക്കുള്ള വളർച്ചയാണ്. നമുക്ക് എന്താ വളർച്ചയെന്ന്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കാറുണ്ട്, അല്ലേ? അച്ഛന്മാരൊക്കെ ഭവനത്തിൽ വരുന്ന സമയത്ത് പേരൻസ് 2 പരാതിയുള്ളൂ. അച്ഛാ, ഇവനൊന്നും കഴിക്കത്തില്ല, ഇവനൊന്നും പഠിക്കത്തില്ല. എന്നാൽ ഇവൻ പ്രാർത്ഥിച്ചില്ലെന്നാരും പറയത്തില്ല, ഇവൻ വേദോസ്തം വായിച്ചില്ലെന്നാരും പറയത്തില്ല, ഇവൻ പള്ളിയിൽ പോകുന്നില്ലെന്നാരും പറയത്തില്ല. അങ്ങനെ ഒരു പരാതി നമുക്കില്ല. നമ്മുടെ പരാതി എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ വളർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പറയുന്നുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരാ പറയുന്നത്? കുഞ്ഞുണ്ണി മാഷ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാതെ പോയാൽ വളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമില്ലാതെ സഞ്ചരിച്ചാൽ പാപത്തിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ തൈലം ഒഴിക്കും ഇപ്രകാരം പറയുന്നുണ്ട്, ഓയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്തൊഴിക്കുന്നത്? ഈ തൈലം ഒഴിക്കുന്നത്. സംസ്കാര ശുശ്രൂഷ എല്ലാവരും അത് കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അകത്തേറി നിൽക്കുന്നവർക്ക് അത് കാണാൻ തൊക്കെ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ദയവായിട്ട് അകത്ത് കയറി ശ്രദ്ധിക്കാൻ തൊക്കെ സാധിക്കണം. കാരണം ഇന്ന് വല്ലാത്തൊരു കാലഘട്ടം. വിവാഹ ശുശ്രൂഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, മണവാളി ഒരുക്കിക്കൊണ്ടൊരു രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒരുപാട് അലങ്കാരത്തോടെ കൊണ്ടുവന്നിട്ട് അവസാനം ഒരുപാട് പേര് മുടിയിട്ട് ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നു പോകും. പക്ഷേ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എത്ര പേരാണ് അകത്ത് കയറി നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്? പലപ്പോഴും അകത്ത് കയറിയാലും പലപ്പോഴും സ്ത്രീകളാണെങ്കിൽ മണവാട്ടിയുടെ സാരിയിലും അതുപോലെ സ്വർണ്ണങ്ങളിലും ഒക്കെ ഇങ്ങനെ നോക്കി, പുരുഷന്മാരാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ അലസമായി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയുള്ള പ്രാധാന്യം നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. വിശുദ്ധ കുർബാനയെ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഈ സമയത്ത് ദൈവസന്നിധിയിലായിരിക്കും. പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്? ഭിത്തി ചാരി, അല്ലേ? പലരും പള്ളി വന്ന പുറത്തിറങ്ങി മാവേ ചാരി, കാറിനകത്ത് ചാരി, അല്ല പല സ്ഥലത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ച് വളരെ അലസമായി നിൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തെ അറിയുന്നവർക്ക് ഒന്നിനും മുട്ടില്ലെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വന്ന ഒരു കുർബാനക്രമം പിടിച്ചുപോലും നിൽക്കത്തില്ല, അല്ലേ? വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ പ്രയാസപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളി നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കുന്നത് കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം ആർക്കും ഇതെടുത്തൊന്ന് ചൊല്ലാൻ തൊക്കാണ് പോലും മനസ്സ് വരുന്നില്ല. നമുക്കെല്ലാം അറിയാം, ആർക്കും അറിയാത്ത എല്ലാം നമുക്ക് ബൈഹാർട്ടാണ്. പക്ഷേ നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എത്ര അറിയാവുന്നവരാണെങ്കിലും പുസ്തകം തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തൊക്കൊണ്ടൊരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഇവിടെ ഇതായി കുരുടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് മുരടിപ്പുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അവന്റെ സംഘർഷാവസ്ഥകളൊക്കെ മാറിപ്പോവുകയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അനുഗ്രഹത്തിലേക്ക് അവൻ വളരുകയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ നന്മകളിലേക്ക് സഞ്ചരിക്കുകയാണ്. നമുക്കും ഈ ഒരു നന്മകൾ ഉണ്ടാകുവാൻ തൊക്കെ സാധിക്കണം. രണ്ടാമതായി കാണുന്നു, അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വളരുകയാണ്. സ്പിരിച്വൽ പ്രോഗ്രഷനിലേക്ക് വളരുകയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു വലിയ ആത്മീയ അനുഗ്രഹത്തിലേക്ക് അവൻ വളരുകയാണ്. പ്രകാരം കാണുന്നുണ്ട്, യേശു എന്ന പേരുള്ള മനുഷ്യൻ കടന്നു വന്ന് ചേറുണ്ടാക്കി എന്റെ കണ്ണിൽ പൂശി, ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. എന്നാൽ അവൻ എവിടെയെന്ന് അവർ ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് കുരുടൻ ഉത്തരം പറഞ്ഞു.
പ്രിയമുള്ളവരെ, അവൻ എവിടെ നിന്ന് വന്നു എന്നൊന്നും കുരുടൻ അറിഞ്ഞില്ല. എന്നാൽ അവൻ ഒന്നറിയാമായിരുന്നു, ഒരാൾ കടന്നു വന്ന് മണ്ണ് കുടിച്ച് തേച്ചപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചു. ഇതാണ് ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്, ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ നടന്നുപോയി, അവരോടൊപ്പം ക്രിസ്തു നടന്നുപോയി. എന്നാൽ അവരറിഞ്ഞില്ല ക്രിസ്തുവാണ് നടന്നുപോയെന്ന്. എന്നാൽ അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി കൊടുത്തപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഇത് ക്രിസ്തുവായിരുന്നു. അപ്പോഴവരുടെ കണ്ണുകൾ തുറന്നത്. അവിടെ കാഴ്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ. യൂദ അയോഗ്യമായി അപ്പം ഭക്ഷിച്ചു നമുക്കറിയാം. എന്താ സംഭവിച്ചേ? അവൻ കെട്ടിനാന്ന് ചത്തുകളഞ്ഞു. ആരാണോ യോഗ്യമായിട്ട് അപ്പം ഭക്ഷിക്കുന്നത് അവന് അനുഗ്രഹം ഉണ്ടാകും. ആരാണോ അയോഗ്യമായി അപ്പം ഭക്ഷിക്കുന്നത് അവന് ശിക്ഷാവിധി ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട്. ഒരു നാണയത്തിന് ഒരു വശമുണ്ടെങ്കിൽ മറ്റേ വശവുമുണ്ട്. ജീവിതത്തിൽ വിജയമുണ്ടെങ്കിൽ പരാജയവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. നന്മകൾ കൂടി സഞ്ചരിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകും. ഇവിടെ കാണുകയാണ്, ഈ മനുഷ്യൻ ആത്മീയമായ വലിയ അനുഗ്രഹത്തിലേക്ക് വളരുകയാണ്. എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്? പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നത്, പിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത്, നോമ്പെന്നാൽ നോവിന്റെ അമ്പുകൾ ദൈവസന്നിധിയിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഉപവാസത്തെക്കുറിച്ച് നമുക്കറിയാം. എന്താ? ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് ഉപവാസമൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ല നമ്മുടെ പരാതി. കാരണം നമുക്ക് ദൈവത്തെ വിളിക്കേണ്ടതുപോലെ വിളിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞില്ല. ഓണത്തെക്കുറിച്ചൊരു ചൊല്ലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. വന്നോണം, നിന്നോണം, കണ്ടോണം, കഴിച്ചോണം, പൊയ്ക്കോണം, അല്ലേ? ഓണത്തെക്കുറിച്ച് മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ വരിക, കാര്യം നടത്തുക, നമ്മൾ പോവുക. അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ദേവാലയങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ? സൈലൻസ് പ്ലീസ്. കാരണം ഇത് സംസാരം ദൈവത്തോട് മാത്രമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സ്ഥലം എവിടെ? ദേവാലയം, അല്ലേ? മറ്റെങ്കിലും ചെന്നാൽ അത്ര സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തോട് സംസാരിക്കുവാൻ ലഭിക്കുന്ന സമയങ്ങൾ ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ വേദനകൾ വലുതായിട്ട് ദൈവസ്ഥാനത്തിൽ നമ്മൾ ഇറക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ മധ്യസ്ഥ പ്രാർത്ഥന എന്നറിയാമോ? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ, അല്ലേ? നമ്മുടെ തുബദേനി കാണുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പ്രത്യേകം പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് മൊത്തം സഭയ്ക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ മാറി മാറിയുണ്ട്. നമ്മുടെ വാങ്ങിപ്പോയ കുർബാന ഒരുപാട് പ്രാവശ്യം നമ്മൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വലിയ ആത്മീയ അനുഗ്രഹത്തിലേക്ക് ഒരു വളർച്ച ആവശ്യമാണ്. ഈ പരീശന്മാരും യഹൂദന്മാരും കുരുടനെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിച്ചു നമുക്കറിയാം. എന്താണ് ചോദിച്ചത്? ഇവൻ എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത്? അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല. മാത്രമല്ല, ഒരു വാക്കിയുടെ കൂട്ടിച്ചേർത്തു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പി. എന്താ പറഞ്ഞേ? അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിന്നാ പറഞ്ഞു. കാരണം അത് കൃത്യമായിട്ട് 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവന്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നത് വരെ ഇവൻ ആരാണെന്നുള്ളത് അവർ കൺഫേം ചെയ്തില്ല. ചോദിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവൻ ജന്മന അന്ധനാണെന്നുള്ളത്. കാരണം ക്രിസ്തു കാഴ്ച കൊടുത്തത് അംഗീകരിക്കുവാൻ ആ സമൂഹത്തിന് കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ പോലും അംഗീകരിക്കാത്ത സമൂഹമായിരുന്നു പരീശ സമൂഹം. പിന്നെ എങ്ങനെ ഒരു മനുഷ്യനെ അവർ സ്വീകരിക്കുന്നത്? സൃഷ്ടിച്ച ദൈവത്തെ പോലും അംഗീകരിക്കാത്ത മനുഷ്യർ ഇന്ന് ഈ ലോകത്തുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയങ്ങൾ ദൈവമില്ലാത്ത അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു വലിയ തെറ്റ് തന്നെയാണ്. പെരുന്നാളുകൾക്ക് ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പം ദൈവം സഹായിച്ച് വെടിക്കെട്ടൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ അമിതമായിട്ട് കൂടിയാലും മനസ്സിലാക്കേണ്ടത്, ചില കാണേണ്ട കാഴ്ചകൾ നമ്മൾ കാണുന്നില്ല. ചില ആളുകളുണ്ട്, ഒരുപാട് സംഭാവന ഇങ്ങനെ വാരിക്കോടി കൊടുക്കും. പക്ഷേ അപ്പുറത്തൊരുത്തൻ കീമോ ചെയ്യാൻ കിടന്ന അവന് 5 പൈസ കൊടുക്കത്തില്ല. വീടിന് തൊട്ടടുത്തൊരുത്തൻ വയ്യാതെ കിടന്ന അവനൊന്നും കൊടുക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ വല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി അലയുമ്പോൾ കൂടെ ഉള്ളവനെ ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത, ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല.
അതാണ് ക്രിസ്തു കാണിച്ചു തന്നത്. ക്രിസ്തുവിന്റെ പാത അങ്ങനെയായിരുന്നു. അവൻ വന്നിട്ട് പറയുകയാണ്, അവൻ ചുങ്കക്കാരുടെയും വേശികളുടെയൊക്കെ സ്നേഹിതനാണെന്ന് ആ സമൂഹം പറഞ്ഞു. കാരണം ആ സമൂഹത്തിൽ മാറ്റി നിർത്തിയവരെയൊക്കെ ക്രിസ്തു ചേർത്ത് നിർത്തി. നമുക്ക് അനുഭവം ഉണ്ടാകണം. നമ്മുടെ ഭവനങ്ങളിലേക്ക് നോക്കി എത്രമാത്രം പ്രാർത്ഥന അനുഭവങ്ങളുണ്ട്. അച്ഛന്മാരൊക്കെ വീട്ടിലോട് കടന്നു വരുന്ന സമയത്ത് ചോദിക്കും, മോനും മോളും എന്ത് ചെയ്യുന്നു? അച്ഛാ മോളിലുണ്ടെന്ന് പറയും. മോളിൽ എന്തോ പരിപാടി? കുഞ്ഞുങ്ങൾ പഠിക്കുവാന്ന്, വാട്സപ്പിൽ ഓൺലൈനിൽ പഠിക്കുവാന്ന് പറയും. ഈ അടുത്ത കാലത്ത് 2 ദിവസം പത്രത്തിൽ കണ്ടു, ഈ സ്കൂളിലൊക്കെ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അത് മിസ്യൂസ് ചെയ്തെന്നും പറഞ്ഞ് അധ്യാപകരുടെ കൂടിരുന്ന് അത് നോക്കുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഒരു വാർത്ത കണ്ടു. അവരെ ഒറ്റയ്ക്ക് അത് കാണാൻ തക്കവണ്ണം ഇപ്പോൾ അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലാതെ മാറിപ്പോവുകയാണ്. അപ്രകാരം ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, മോനും മോളും മോളത്തെ മുറിയിലുണ്ടച്ച, എന്താ ചെയ്യുന്ന മേളിയിരുന്ന്? വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ മുകളിലത്തെ നിലകളിലിരുന്ന് ലോകത്തിന് വേലിക്കെട്ട് മൊത്തം പൊട്ടിക്കുകയാണ്. എന്നിട്ട് അപ്പനും അമ്മയും പറയും, അച്ഛൻ എന്റെ മോളായണ്ട് പറയുകയില്ല, എന്റെ മോനായണ്ട് പറയുകയില്ല, ഇതുപോലൊരു നല്ല കൊച്ച് ലോകത്തില്ല. പക്ഷേ ലോകത്തുള്ള കുഴപ്പങ്ങൾ മൊത്തം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പിടിച്ച അപ്പനും അമ്മയും അറിയുന്നില്ല. എന്താ നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും പ്രിയമുള്ളവർ. രണ്ടാമത് കാണുകയാണ്, നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ ഉയരേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതാ, ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവനെല്ലാം വിട്ടെറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുകയാണ്. കുടനായ ബർത്തനുമായി കാണുന്നുണ്ട്. അവൻ ദൈവത്തെ കണ്ടപ്പോൾ പുതപ്പൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടിച്ചെല്ലുകയാണ്. ഇനി എനിക്ക് പാപത്തിന്റെ അവസ്ഥകളില്ല. പരിശുദ്ധനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ദൈവത്തെ കണ്ട ഒരു മനുഷ്യന് ഇനി പഴമയുടെ ആവശ്യമില്ല, പാപങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണം. 40-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, ഇപ്രകാരം കാണുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരയേറ്റി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിനുള്ള സൂചന. പ്രിയമുള്ളവരെ, ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ മാറി മറിയുന്നേ? ഒരുപാട് അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്രകാരം നമുക്കും ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ എന്നാ പറയുന്നത്. മാറ്റം അത് പ്രകൃതിയുടെ നിയമം തന്നെയാണ്. ചില ഭവനങ്ങളിലൊക്കെ ചെന്നാലേ നിയമങ്ങൾ ഭയങ്കരമായിരിക്കും. പ്രത്യേകിച്ച് പട്ടാള ചിട്ടയൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിൽ ചെന്നാൽ കുഞ്ഞുങ്ങളെയൊക്കെ ഊപ്പാട് വരുത്തി. നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും നിയമങ്ങൾ ഒരു വലിയ മതിലായി തീരുന്നുണ്ട്. എന്നാൽ നിയമങ്ങൾ മതിലല്ല, അത് വാതിലാകണം. അതിൽ കൂടി ഇറങ്ങുവാനും കയറുവാനും സാധിക്കണം. ക്രിസ്തു പ്രത്യേകം പറയുന്നുണ്ട്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല, ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ശാപത്തിന് കർത്താവ് ക്രിസ്തു തന്നെയാണ്. ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ശ്രീബുദ്ധനെ കുറിച്ച് നമുക്കറിയാം. അവൻ ബോധിവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് ധ്യാനിച്ച് അവൻ ശ്രീബുദ്ധനായി. മുമ്പ് അവൻ സിദ്ധാർത്ഥനായിരുന്നു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനാണ് ഒരു വലിയ കാട്ടുകള്ളനായ അങ്കുലിമാലനെ പോലും മാനസാന്തരപ്പെടുത്തി ആ സമയത്ത് കലിംഗ രാജാവായ അശോക ചക്രവർത്തി വിസ്മയിപ്പിച്ചത്. അശോക ചക്രവർത്തി ഇപ്രകാരം ചോദിച്ചു, ഗുരുവിനെ കൊണ്ട് സാധിക്കുമോ ഈ ഒരു വലിയ കാട്ടുകള്ളനെ ഒന്ന് രക്ഷപ്പെടുത്താൻ? ധൈര്യമായിട്ട് ശ്രീബുദ്ധൻ ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ ഒരു ദിവസം ചമ്പൽ കാടുകൾ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ അങ്കുലിമാലൻ പാഞ്ഞെടുക്കുകയാണ്. അങ്കുലിമാലന്റെ പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ അംഗങ്ങളൊക്കെ വെട്ടിയെടുത്ത് മാലയാക്കുന്നതുകൊണ്ടാണ് അവൻ അങ്കുലിമാലൻ എന്ന് പേരിട്ടത്. അവനെ കണ്ടാൽ എല്ലാവരും ഓടി മാറുമായിരുന്നു. ശ്രീബുദ്ധൻ അവനെ കണ്ടയുടനെ വളരെ ഭംഗിയായി ഒന്ന് ചിരിച്ചു. ഒരു മന്ദഹാസം. ഒരു ചിരിക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു ചിരിക്ക് എല്ലാവരെയും ആകർഷിക്കുവാൻ സാധിക്കും. ഇവനെ കണ്ടയുടനെ ഓടി വന്ന അങ്കുലിമാലൻ പെട്ടെന്ന് നിശബ്ദനായി നിന്നുപോയി. അവനെ കൊല്ലാൻ വേണ്ടി വന്നേ അശോക ചക്രവർത്തി, ശ്രീബുദ്ധനെ. പക്ഷേ ഇവിടെ എന്താ കണ്ടത്? ഓടി വന്നയുടനെ പെട്ടെന്ന് സ്തബ്ധനായി അങ്കുലിമാലൻ നിന്നു. ശ്രീബുദ്ധനോട് അവൻ പറഞ്ഞു, ഗുരു, എന്റെ മുഖത്ത് നോക്കി ഇതുവരെ ആരും ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ഈ ചിരി എന്താണെന്ന് അവൻ ചോദിച്ചു. ചിരി അവൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ല, ഒരിക്കലും ചിരിക്കത്തില്ല. എത്ര ആരും ഇങ്ങനെ മൂടി പിടിച്ചിരിക്കും, ഇക്കളാക്കിയ പോലും ചിരിക്കത്തില്ല. മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം കാണിച്ചു കൊടുക്കാൻ സാധിക്കണം.
ഇവിടെ അപ്രകാരം ഒന്ന് ചിരിച്ചപ്പോൾ ഈ അങ്കുലിമാലൻ മാനസാന്തരപ്പെട്ട് ഈ സ്ത്രീപുത്രന്റെ ശിഷ്യനായി തീർന്നു എന്നാ പറയുന്നത്. എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലായോ? ചില കാഴ്ചാനുഭവങ്ങൾ അങ്ങനെയാണ്. ചില കാഴ്ചകൾ നമ്മളെ മാറ്റിയെടുക്കും, ചില കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കും. പുനരുദ്ധാനം കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിന്റെ കല്ലറ കാണാൻ വേണ്ടി പത്രോസ് യോഹന്നാനും കൂടി ഓടി വരികയാണ്. പ്രായം വെച്ച് പത്രോസ് വളരെ പുറകിലാണ്, എന്നാൽ യോഹന്നാൻ ചെറുപ്പവുമാണ്. ആദ്യം ഓടി യോഹന്നാൻ ക്രിസ്തുവിന്റെ കല്ലറയ്ക്കെത്തിയെങ്കിലും പിന്നാലെ വന്ന പത്രോസിന് വഴിമാറിക്കൊടുത്തു. ആര്? യോഹന്നാൻ. ഇതൊക്കെ ചില സാധ്യതകളാണ്, ഇതൊക്കെ പുതിയ ബോധ്യങ്ങളാണ്. നമ്മളെക്കാൾ മുതിർന്നവർക്ക് വേണ്ടി ഒന്ന് വഴിമാറി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. മുതിർന്നവരെ ആദരിക്കുവാൻ സാധിക്കണം. ഈ തലമുറകൾ പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്തൊക്കെ ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പക്ഷെ നിങ്ങൾക്കും അനുഭവം കാണും, പ്രായമുള്ളവരുടെയൊക്കെ കൈയും കാലം തൊട്ട് വന്നിക്കുകയും അതുപോലെ മുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പച്ചനും അമ്മച്ചയും പറയും, മോനെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പോകണം, അന്ന് ഇന്ന് പരീക്ഷയ്ക്ക് പോവാ. വിശേഷ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ വിവാഹ കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് പൂർവികർ പറയും, വാങ്ങിപ്പോയവരുടെ കല്ലറക്കലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഒരു വലിയ കാഴ്ച അനുഭവങ്ങളൊക്കെ ഇന്ന് ഇല്ലാതായി. ഇതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. നമുക്ക് പലപ്പോഴും ഇന്ന് സന്തോഷമില്ല. ഒരുപാട് സമ്പത്തിന്റെ മുകളിൽ പിടിച്ച് ഉറങ്ങുന്ന മനുഷ്യർ, പക്ഷെ അവർക്ക് ആർക്കും ഇന്ന് സമാധാനമില്ല. ബാങ്ക് ബാലൻസ് കിടപ്പുണ്ട്, ഒരുപാട് വസ്തു കിടപ്പുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്ന കാര്യം എന്താ? സമാധാനമില്ല. നമുക്കറിയാമല്ലോ, പേഷ്യൻസ് ഇല്ലെങ്കിൽ പേഷ്യന്റായി മാറും, ക്ഷമയില്ലെങ്കിൽ രോഗിയായി മാറും. നമുക്കറിയാം, ആധിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാകുന്നത്. ആധി കൂടിക്കൂടി വ്യാധിയാകും. നാം തിരിച്ചറിയേണ്ടത്, ഒരു കുരുടൻ ഇങ്ങനെ വല്ലാതെ അവന്റെ കാഴ്ചാനുഭവങ്ങളെ മാറ്റി ദൈവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. വിശുദ്ധ കുർബാന എപ്രകാരം പാടുന്നുണ്ട്, അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മൺമയർ അപ്പമേശയിൽ കാണും. പ്രിയമുള്ളവരെ, മാലാഖമാർക്ക് പോലും ലഭിക്കാത്തൊരു വലിയ സൗഭാഗ്യമാണ് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ തക്കോണം നമുക്ക് ഇടയായത്. ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈകൾ എടുക്കുവാൻ തക്കോണം ഭാഗ്യം കിട്ടുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ കുർബാന അനുഭവിക്കുവാൻ തക്കോണം ഭാഗ്യം കിട്ടുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗ്യം മാലാഖമാർക്ക് പോലും ഇല്ല എന്നാണ്, അവർക്കൊരു വലിയ അസൂയാണെന്നാണ് ഇങ്ങനെ സഭാചരിത്രങ്ങളിലൊക്കെ സാക്ഷിക്കുന്നത്. നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തെ അറിയുന്നവർക്ക് ഒന്നിനും മുട്ടില്ല, ദൈവത്തെ കണ്ടെത്തുന്നവർക്ക് ഒന്നിനും മുട്ടില്ല. ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊക്കെ അങ്ങ് നീങ്ങിപ്പോകും. മൂന്നാമതായിട്ട് കാണുകയാണ്, ഈ കുരുടൻ തന്റെ കാഴ്ചകളെ സാക്ഷീകരിക്കുകയാണ്. ഈ കുരുടൻ തന്റെ കാഴ്ചകളെ സാക്ഷീകരിക്കുകയാണ്. അവൻ പറഞ്ഞു, യേശു കടന്നു വന്നു. അവൻ ആദ്യം പറഞ്ഞത് ഏതോ ഒരു മനുഷ്യൻ കടന്നു വന്നു എന്നാ. പിന്നെന്താ പറഞ്ഞേ? ഒരു പ്രവാചകൻ കടന്നു വന്നു, ഒരുപക്ഷെ അവൻ ദൈവമായിരിക്കാം. അവൻ അവസാനം തിരിച്ചറിയുന്നു, ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. അല്ലേ? അവൻ ഓരോ അനുഭവങ്ങളും പടിപടിയായിട്ടാ വളരുന്നേ. അല്ലേ? നമ്മളെ MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി എന്ന് പറയുന്ന പോലെ അനുഭവങ്ങൾ കൂടെ വളരുന്നേ. അതിനുള്ള സാധ്യതകൾ, ആ കൂദാശകൾ, ഓരോ കൂദാശകൾ കൂടി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളർന്ന് ഈ മനുഷ്യൻ കുരുടൻ തിരിച്ചറിയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രൻ തന്നെയായിരുന്നു. കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ശതാധിപൻ അറിയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രൻ തന്നെയായിരുന്നു. ഒരുപാട് പേർ അപ്രകാരം കാണുന്നുണ്ട്. അല്ലേ? യോബ് പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ണാൽ കാണുന്നു. എവിടാ പറഞ്ഞേ? യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നു, ദൈവത്തെ ഞാൻ കണ്ണാൽ കാണുന്നു. നമുക്ക് പറ്റുമോ ദൈവത്തെ ഒന്ന് കണ്ണാൽ കാണുവാൻ, ദൈവത്തെ മുഖാമുഖം തിരിച്ചറിയുവാൻ? ഏലിയാവ് ദൈവത്തെ കാണാൻ സാധിക്കാത്തവണ്ണം ഭയപ്പെട്ട് മുഖം കൊണ്ട് മൂടിയെന്നാ പറയുന്നത്. മോശൻ ദൈവത്തെ കണ്ടപ്പോൾ മുഖം മൂടി. ദൈവത്തെ മുഖാമുഖം കണ്ടവൻ മരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ ഏഴയിലെത്താൻ തക്കോണം സാധിക്കുന്നത്. കാരണം നമ്മുടെ പാപം ദൈവത്തെ മറക്കുകയാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ് ഫ്രം ദി ഗോഡ്. പാപമെന്നാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. എന്നാൽ വെർച്യൂ, നന്മ, വെർച്യൂ ഈസ് ആൻ അസെൻഡിങ് പ്രോസസ് ടു ദി ഗോഡ്. നന്മ എന്നാൽ ദൈവത്തിലേക്കുള്ള അടുപ്പമാണ്. നമ്മളെവിടാ നിൽക്കുന്നത്? ഒരു അകലത്തിലാണ് നിൽക്കുന്നത് ദൈവവുമായിട്ട്. ദൈവത്തോട് ചേരാൻ നമുക്ക് സാധിക്കണം.
നമ്മൾ കുരിശ് കാണാറുണ്ട് അല്ലേ? രണ്ടാഗ്രഹം, ഒന്ന് വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഒന്ന് ദൈവവും മനുഷ്യരുമായിട്ടുള്ള നിരപ്പ്, രണ്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള നിരപ്പ്. നിരപ്പിന്റെ ശുശ്രൂഷയാണ് കുരിശ് കാണുന്നത് അല്ലേ? ഞാൻ പറയുന്നത് കുരിശ് വഹിക്കണം, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം. ഞങ്ങൾ കുരിശ് എപ്പോഴും ധരിക്കാറുണ്ട് അച്ഛാ, പക്ഷേ കുരിശ് വഹിക്കാൻ ഇച്ചിരി പാടാ. അങ്ങനെ വഹിച്ചവരാര്? സഹദേവന്മാർ. അതുകൊണ്ട് അവരെ കുറിച്ച് പാടുന്നത് ലോകം താത സഹോദർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. ഈ പരിശുദ്ധന്മാരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, ഇവിടെ കുരുടനായ മനുഷ്യനെ ഓർക്കുമ്പോൾ, ദൈവത്തോട് ചേരുവാൻ കിട്ടിയ ഭാഗ്യത്തെ അവർ ശിരസാ വഹിച്ച് അനുഗ്രഹമായി കരുതി ദൈവം തന്ന നന്മകളൊക്കെ എല്ലാവരോടും ഇങ്ങനെ സാക്ഷിച്ചു. ചില മനുഷ്യർ പക്ഷേ തിരിച്ചറിയത്തില്ല ദൈവത്തെ. ഒരു കാലത്ത് ഓലമെഞ്ഞ ഭവനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഓടിട്ട വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വാരി തന്ന് കുഞ്ഞുങ്ങളൊക്കെ വലിയ നിലയിലായി, മക്കളൊക്കെ വലിയ നിലയിൽ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്ന സമൂഹം. അന്ന് വരെ പള്ളി വന്ന അമ്മാവ പിന്നെ പള്ളി വരത്തില്ല, അന്ന് വരെ പള്ളി വന്ന അച്ചായൻ പിന്നെ പള്ളി വരത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അവിടെയാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പിതാവ് അവനെ കുറിച്ച് ഇപ്രകാരം കാണുന്നുണ്ട്. എൽക്കാന പറയുകയാണ്, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും എന്റെ ദൈവത്തിന് ഞാൻ ദിനം തോറും വർഷം തോറും നേർച്ചകൾ കഴിക്കും. അവൻ വർഷം തോറും ശീലോമിൽ പോയി യാഗം കഴിക്കുമായിരുന്നു. എന്താ പറഞ്ഞേ? ദൈവം എനിക്ക് തന്നാലും ഇല്ലെങ്കിലും ദൈവത്തെ വിളിക്കും. നമ്മളങ്ങനെ അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ നേർച്ചയിടാറുണ്ട്. എന്റെ കുഞ്ഞിന് പരീക്ഷ നല്ല മാർക്ക് കിട്ടിയ പള്ളിക്കൊരു മണി വാങ്ങിച്ചു തരാം. എന്റെ മോന് നല്ലൊരു ജോലി കിട്ടിയാൽ ഈ വർഷത്തെ പെരുന്നാളിന്റെ ചെലവ് മൊത്തം ഞാനങ്ങ് എടുക്കാച്ച. ജോലി കിട്ടിയില്ലേ ചെയ്യത്തില്ല. നമ്മൾ പറയുമ്പോൾ കണ്ടീഷൻ ലവ് ആണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് അല്ലേ? പരിശുദ്ധനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, സ്നേഹം ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. ദൈവസന്നിധി നമ്മൾ കണ്ടീഷൻ ഒന്നും വെക്കരുത്. ദൈവസന്നിധി നമ്മൾ എന്താ ചെയ്യേണ്ടേ? കണ്ടീഷൻ ഒന്നും വെക്കാതെ മുന്നോട്ട് പോകണം. ദൈവം ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരെയാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഒരു പള്ളി വരുന്ന സമയത്ത് അവരോട് വർത്താനം പറയാൻ വേണ്ടി ഒരുപാട് പേര് അടുത്ത് കൂടും. ചില മനുഷ്യർ പള്ളി വന്ന ആരും കൂടെ നിൽക്കത്തില്ല. കാര്യം എന്താ? നമ്മൾ പറയും കയ്യിരിപ്പുണ്ടാച്ച, നമ്മൾ പറയല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില മനുഷ്യരെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു മനുഷ്യൻ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചിരുന്നാലും ആരുടെയും മനസ്സിൽ ഇടം തേടാതെ പോയാൽ എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, ഈ കുരുടനെ കുറിച്ച് കാണുന്നത്, അവൻ ഇത്ര നാളും ആരുടെ മനസ്സിൽ ഇടമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി, ഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടാണ് അവൻ ഈ ലോകം വിട്ടു പോകുന്നത്. പരിശുദ്ധനായ പൗലോസ് പറയുന്നു, ഈ ലോകം വിട്ടാലും ലോകത്തിലിരുന്നാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. ക്രിസ്ത്യാനിയുടെ സാക്ഷിയും ഇങ്ങനെയായിരിക്കും. പരിശുദ്ധനായ പൗലോസ് പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. കിരീടം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമോ? ഓട്ടക്കളത്തിൽ അനേകരൊക്കെ ഓടുന്നുണ്ടല്ലേ? നമുക്കറിയാം, എത്ര വലിയ ഓട്ടക്കാരാണെങ്കിലും ട്രാക്ക് തെറ്റിയ വിജയത്തിൽ ചെന്നെത്താൻ പറ്റത്തില്ല. സമയം തെറ്റിയാൽ സമ്മാനം കിട്ടത്തില്ല. അതിന് ട്രാക്ക് പ്രധാനമാണ്, സമയവും പ്രധാനമാണ്, അവരുടെ ആത്മബലവും പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവർ, ഇവിടെ കാണുകയാണ്, ഇവൻ കാഴ്ചകളെയൊക്കെ സാക്ഷീകരിക്കുകയാണ്. അവൻ കണ്ട കാഴ്ചകൾ കൂടി അനേകർക്ക് പ്രചോദനം കൊടുക്കുകയാണ്, അനേകരെ ദൈവസന്നിധിയിലേക്ക് പിടിച്ചുയർത്തുകയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ സൗഖ്യദാനത്തിൽ കൂടി അവൻ നേടിയെടുക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ഒരു വലിയ വിവേചന ശക്തി അവൻ നേടിയെടുക്കുകയാണ്, ഒരു വലിയ ദിശാബോധം അവൻ എടുക്കുകയാണ്. അവൻ നല്ല നിലപാടുള്ളവനായി തീരുകയാണ്. സ്റ്റേബിൾ സ്റ്റാൻസ്. നമുക്ക് നിലപാട് വേണം. ഹെരോദാവിന്റെ മുമ്പിൽ ചെന്ന് യോഹന്നാൻ പറയുകയാണ്, നീ അനുതപിക്കണം. ബറവോന്റെ മുന്നിൽ ചെന്ന്
മോശ പറയുകയാണ്, എന്റെ ജനത്തെ ആരാധന കഴിക്കുവാൻ നീ വിട്ടയക്കണം. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, നീ പാപം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുണ്ടാവാം. പാപത്തിൽ നിന്ന് വിട്ടൊഴിയുവാൻ നമുക്ക് സാധിക്കണം. 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അവസാനം ഇവിടെ കാണുകയാണ്, ഒരു വലിയ സൗഖ്യം ഇവിടെ നേടുകയാണ്. ഈ സൗഖ്യത്തിൽ കൂടി ഈ സൗഖ്യദാനത്തിൽ കൂടി അവന്റെ ജീവിതം ഇങ്ങനെ ഒരു വലിയ ചേഞ്ചിലേക്ക് നടന്നെടുത്ത് അവൻ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും എങ്ങനെയാണ് മനുഷ്യൻ ദൈവികനാകണമെന്നും തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. 1, ഈ കാഴ്ചയിൽ കൂടി അവൻ ജീവിതത്തിന് മുരടിപ്പുകൾ ഇല്ലാതാക്കി. 2ാമതായി, ഈ കാഴ്ചയിൽ കൂടി അവൻ ആത്മീയമായ അനുഗ്രഹത്തിന് പാത്രമായി. 3ാമതായി, ഈ കാഴ്ചയിൽ കൂടി അനേകരെ അവൻ ദൈവികതയിലേക്ക് വിളിച്ചടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഈ ലോകത്തെ നേടുവാൻ തക്കോണം സാധിക്കണം. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ സമൂഹത്തെ ഒന്ന് കരുതുവാൻ, ഒറ്റപ്പെട്ടവനെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. ഞാനിന്ന് വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പ്രധാനമായും എടുത്ത് ആ വേദഭാഗത്തിൽ കൂടി നമ്മൾ സഞ്ചരിച്ചതാണ്. അവിടെ കണ്ട കാര്യങ്ങൾ കൂടി നമ്മുടെ ചിന്തകൾ അല്പസമയം അയവിറത്തു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുരുടനെ പോലെ ആന്തരികമായ കാഴ്ച ലഭിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കൊണ്ട് സാധിക്കണം. ബാഹ്യമായ പ്രകടനങ്ങളല്ല, അതിനുപരിയായി ദൈവസാന്നിധ്യമുള്ള നിർമ്മലമായ ജീവിതമാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാമല്ലോ, ഒരാളുടെ ഭക്തി അളക്കപ്പെടുന്നത് അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. ഭക്തിയെ ഇന്ന് നമുക്കറിയാം പാക്കറ്റിലാക്കി വിൽക്കുന്ന കാലഘട്ടമാണ്. പുറമേ കാണുന്ന നല്ല സൗന്ദര്യം ഉള്ളിലുള്ളതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അമ്മമാരൊക്കെയും നമുക്കറിയാം താമര പോലെയാണ്. ഒരു വലിയ തലമുറയാണ് അവർ വാർത്തെടുത്തത്. കാരണം പുറമേയുള്ള വേദനയൊന്നും ആരെയും അറിയിക്കാതെ ഉള്ളിലെല്ലാം സഹിച്ച് പുറമേ കാണുമ്പോൾ ശോഭയോടുകൂടി ഇരിക്കുന്ന മനുഷ്യർ. അവിടെയൊക്കെ വലിയ പ്രാർത്ഥനയുടെ ജീവിതവിശുദ്ധിയുടെ വലിയ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മ എന്ന് പറയുന്ന പ്രകാരം ഒരു നന്മയിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ ഈ കുരുടനെ പോലെ നമുക്ക് ആന്തരിക കാഴ്ചയുള്ളവരായി ജീവിക്കാൻ തൊക്കെ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.